ഹേ ഗൈസ്, ഒരു ഡ്രീം ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ആയാലോ? ലോറിയൽ പാരീസിൻ്റെ വർത്ത് ഇറ്റ് ഇൻറ്റൻസ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കുകയാണ്. ഇത് വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്ന് പുറത്ത് വരാനേ പറ്റത്തില്ല. അത്ര അടിപൊളി ഷെയ്ഡാണ്. പക്ഷെ എന്താ കാര്യം, നോറ്റ് കണ്ടു നടന്നിട്ട് എൻ്റെ മൂത്ത സൺ നിലത്ത് കുത്തനെ അങ്ങിട്ട്. അതോടെ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. കുറച്ച് നേരം ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. എന്തായാലും പോട്ടെ. അപ്പം നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഭയങ്കര ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ അത്. നമ്മുടെ ലിപ്സ് ഭയങ്കര മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കും കേട്ടോ, ഡ്രൈ ആവേയില്ല. ഇതിൻ്റെ കളറാണ് ഹൈലൈറ്റ്. എൻ്റെ ദൈവമേ, ഹൈ ടു മീഡിയം ഡാർക്ക് സ്കിൻ, ഓൾ സ്കിന്നിന് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാച്ചാണ്. ഡാർക്ക് സ്കിൻ ഈ പറയണ്ട, ഭയങ്കര രസമായിരിക്കും കേട്ടോ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഒരു പ്രശ്നമുള്ളൂ, ഇത് ഒട്ടും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 492 ആണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടെണ്ണം ഉണ്ട്, രണ്ടും തമ്മിൽ നമ്മൾ മാറിപ്പോകരുത്. വർത്ത് ഇറ്റ് ആൻഡ് വർത്ത് ഇറ്റ് ഇൻറ്റൻസ്. അതിൽ വർത്ത് ഇറ്റ് ഇൻറ്റൻസ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡ്രൈ ലിപ്സുകാർക്ക് ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല ലോങ് ലാസ്റ്റിക് ആയിട്ട് ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കുറച്ചൊക്കെ പോയാലും നമുക്ക് ആ ഒരു മോയ്സ്ചറൈസ് നമുക്ക് നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. ഒരു ലൈറ്റായിട്ടൊരു മോയ്സ്ചറൈസർ, ലിപ് ബാം ഇട്ടില്ലെങ്കിൽ കൂടിയും നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.